Hello students, welcome to Easy Learning with സുവിത. ഹലോ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ നരബലി എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. എല്ലാ ക്വസ്റ്റ്യൻ്റെയും കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നിൻ്റെ പേര് നരേഷ് എന്നല്ലേ? നരേഷ് എന്നാൽ രാജാവ്. നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും. അതായത് നിൻ്റെ പേര് അന്വർത്ഥമാവാൻ പോകുന്നു. നരേഷിനോട് കമ്പ്യൂട്ടർ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? കമ്പ്യൂട്ടർ ആരോപിക്കുന്നത് പോലെ നരേഷ് കുറ്റക്കാരനാണോ? ചർച്ച ചെയ്യുക. കമ്പ്യൂട്ടർ ഇങ്ങനെ പറയാൻ കാരണം ദൗത്യത്തിൻ്റെ വിജയത്തിനായി കമ്പ്യൂട്ടറിനെ ബലി നൽകി നരേഷ് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെന്ന തിരിച്ചറിവാണ്. നരേഷ് എന്ന പേരിന് രാജാവ് അല്ലെങ്കിൽ മനുഷ്യരുടെ ഈശ്വരൻ എന്നെല്ലാമാണ് അർത്ഥം. ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ ജീവനെടുത്ത് സ്വയം രക്ഷപ്പെടുന്ന നരേഷ് ഒരു രാജാവിനെ പോലെ അധികാരം പ്രയോഗിച്ച് മറ്റൊരാളെ മരണത്തിലേക്ക് തള്ളിവിടുന്നു എന്ന ധ്വനിയാണ് കമ്പ്യൂട്ടറിൻ്റെ വാക്കുകളിൽ ഉള്ളത്. താൻ വെറും ഒരു ഉപകരണം മാത്രമായി മനുഷ്യൻ്റെ ലക്ഷ്യങ്ങൾക്കായി ബലി കഴിക്കപ്പെടുകയാണെന്ന കമ്പ്യൂട്ടറിൻ്റെ വേദനയും പ്രതിഷേധവുമാണ് ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. കമ്പ്യൂട്ടർ ആരോപിക്കുന്നത് പോലെ നരേഷ് പൂർണ്ണമായും കുറ്റക്കാരനാണെന്ന് പറയാൻ കഴിയില്ല. കമ്പ്യൂട്ടറിനെ ഒരു യന്ത്രം മാത്രമായി കാണാൻ അയാൾക്ക് കഴിയുന്നില്ല. കമ്പ്യൂട്ടറിനോട് സഹതാപവും കുറ്റബോധവും അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒന്നിൻ്റെ നാശം മറ്റൊന്നിൻ്റെ രക്ഷയ്ക്ക് കാരണമാകുന്നു എന്ന ധാർമ്മികമായ ഒരു സംഘർഷം ഇവിടെ നിലനിൽക്കുന്നു. നരേഷ് വ്യക്തിപരമായി തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും ആ വ്യവസ്ഥയുടെ ഭാഗമാവുകയും അതിൻ്റെ ഗുണഭോക്താവുകയും ചെയ്യുന്നു എന്നതിനാൽ ഒരു പരോക്ഷമായ ഉത്തരവാദിത്തം അയാൾക്കുണ്ടെന്ന് വാദിക്കാം. എന്നാൽ ദൗത്യം പൂർത്തീകരിക്കുക എന്ന വലിയ ലക്ഷ്യത്തിനു മുന്നിൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ഒരു ശാസ്ത്രീയ ദൗത്യത്തിലാണ് അയാൾ ഏർപ്പെട്ടിരിക്കുന്നത്. ചോദ്യം 2. പരിവർത്തനത്തിൻ്റെ ഞാണുലി മാത്രം കേൾക്കാമരികത്തെല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ പ്രയാണം. മുമ്പൊക്കെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഉത്തരവ് കൊടുക്കണമെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യണമായിരുന്നു. ഇപ്പോഴാകട്ടെ മനുഷ്യർ കൊടുക്കുന്ന കൽപ്പനകൾ ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയാൻ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. നരബലി. ബാഹ്യലോകവുമായി തലച്ചോറ് സംവദിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ സംവേദനങ്ങളാൽ ആണല്ലോ. നിർമ്മിത ബുദ്ധി കാഴ്ച, കേൾവി, സ്വാദ്, മണം ഇവയൊക്കെ പിടിച്ചെടുത്ത് കമ്പ്യൂട്ടറിന് വിവരങ്ങൾ കൈമാറുന്ന തന്ത്രങ്ങൾ മെനഞ്ഞെടുത്തിട്ടുണ്ട്. നിർമ്മിത ബുദ്ധിയും ബോധജ്ഞാനവും. എതിരൻ കതിരവൻ. ശാസ്ത്രത്തിൻ്റെ സ്വഭാവം, അത് കൈവരിച്ച മുന്നേറ്റം എന്നിവയെ സംബന്ധിച്ച സൂചനകളല്ലേ മുകളിലെ ഉദ്ധരണികളിലുള്ളത്. സൂചനകൾ വിശകലനം ചെയ്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന മുന്നേറ്റങ്ങൾ. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ നിർണായകമായ മുന്നേറ്റങ്ങൾക്ക് പിന്നിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. നിരന്തരമായ ഗവേഷണങ്ങളിലൂടെയും കണ്ടെത്തലുകളിലൂടെയും ശാസ്ത്രം അതിൻ്റെ സാധ്യതകൾ വികസിപ്പിച്ചു കൊണ്ടിരുന്നു. മുകളിൽ നൽകിയിട്ടുള്ള ഉദ്ധരണികളുടെ ആശയം ശാസ്ത്ര സാങ്കേതിക രംഗത്തും നിർമ്മിത ബുദ്ധിയുടെ മേഖലയിലും ശാസ്ത്രം കൈവരിച്ച അത്ഭുതകരമായ പുരോഗതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നരബലി എന്ന കഥയിലെ ആദ്യം കമ്പ്യൂട്ടറുകളുമായുള്ള മനുഷ്യൻ്റെ ആശയവിനിമയത്തിൽ വന്ന വിപ്ലവകരമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. കീബോർഡിൽ ടൈപ്പ് ചെയ്ത് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്ന കാലത്ത് നിന്നും മനുഷ്യൻ്റെ സംഭാഷണം നേരിട്ട് മനസ്സിലാക്കാനും പ്രതികരിക്കാനും കഴിവുള്ള കമ്പ്യൂട്ടറിലേക്ക് നാം എത്തിയിരിക്കുന്നു. ശബ്ദം തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. എതിരൻ കതിരവൻ്റെ ലേഖനത്തിലെ ഉദ്ധരണി നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി ലോകത്തെ അറിയുന്നത് പോലെ കാഴ്ച, കേൾവി, സ്പർശം, ഗന്ധം, രുചി എന്നിവ തിരിച്ചറിഞ്ഞ വിവരങ്ങൾ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും കഴിവുള്ള നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. പല മേഖലകളിലും
നിർമ്മിത ബുദ്ധിയുടെ കടന്നുകയറ്റം വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങൾ മനുഷ്യജീവിതവും എളുപ്പവും സൗകര്യപ്രദവുമാക്കുമ്പോൾ തന്നെ ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. മനുഷ്യന്റെ ജിജ്ഞാസയും അന്വേഷണത്വരയും നിലനിൽക്കുന്നിടത്തോളം ഈ മുന്നേറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. മാനവരാശിയുടെ നന്മയ്ക്കായി ഈ സാങ്കേതിക വിദ്യകളെ വിവേകപൂർവ്വം ഉപയോഗിക്കുക എന്നതാണ് നമ്മുടെ കടമ. ചോദ്യം 3. എനിക്കെന്താ ചെയ്യാൻ കഴിയുമായിരുന്നത്? എന്നെ നീ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ? എൻ്റെ കാലുകളിൽ ചങ്ങലയിട്ടു. എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത് ഞാനൊന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്? കഥയിൽ കമ്പ്യൂട്ടറിനെ മാനുഷിക ഭാവത്തിലാണോ ചിത്രീകരിച്ചിരിക്കുന്നത്? കഥാസന്ദർഭവും കഥയും വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. കമ്പ്യൂട്ടർ കഥാപാത്ര നിരൂപണം. യന്ത്രസത്തയിൽ നിന്ന് മാനുഷിക ഭാവങ്ങളിലേക്ക് നരബലി എന്ന കഥയിൽ കമ്പ്യൂട്ടറിനെ അവതരിപ്പിക്കുന്നുണ്ട്. കേവലം ഒരു യന്ത്രം എന്നതിലുപരി ചിന്താശേഷിയും വികാരങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരു പരിധിവരെ മാനുഷിക ഭാവങ്ങൾ ഉള്ള ഒരു കഥാപാത്രമാണ് ഇതിൽ കമ്പ്യൂട്ടർ. കഥയുടെ തുടക്കത്തിൽ കമ്പ്യൂട്ടർ മനുഷ്യരുമായി ശബ്ദത്തിലൂടെ സംവദിക്കാനും കൃത്രിമമായെങ്കിലും ഒരു സംഭാഷണ ശൈലി പുലർത്താനും കഴിവുള്ള ഒന്നായാണ് അവതരിപ്പിക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും ഒരുതരം നിസ്സഹായതയും പ്രകടിപ്പിക്കുന്നുണ്ട് ഇതിൽ കമ്പ്യൂട്ടർ. കൂടാതെ എന്നെ ബലി കൊടുത്ത് നീ രക്ഷപ്പെടും എന്ന ചോദ്യത്തിൽ മനുഷ്യനെ പോലെ തന്നെ ചതിക്കപ്പെട്ടതിൻ്റെ രോഷവും വേദനയും ഉണ്ട്. പരിഹാസം, നിന്ദ തുടങ്ങിയ ഭാവപ്രകടനങ്ങളും കമ്പ്യൂട്ടറിൽ കാണാം. ചുരുക്കത്തിൽ കഥാകൃത്ത് കമ്പ്യൂട്ടറിനെ ഒരു പൂർണ്ണ മനുഷ്യനായി അവതരിപ്പിക്കുന്നില്ല എങ്കിലും അതിന് മാനുഷികമായ ചിന്തകളും വികാരങ്ങളും ഉള്ളതായി ശക്തമായി ധ്വനിപ്പിക്കുന്നു. ചോദ്യം 4. പഴയകാലത്ത്, അതായത് രാജാക്കന്മാരും റാണിമാരുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്ത് എന്തെങ്കിലും സങ്കടമോ ക്ഷാമമോ മറ്റു ദുരിതമോ മഹാമാരിയോ ഒക്കെ ഉണ്ടായാൽ അവയെ ദൂരീകരിക്കുന്നതിനു വേണ്ടി ബലി നൽകുന്ന ഏർപ്പാടുണ്ടായിരുന്നു. കൂടാതെ 2 വാർത്തകളും കൊടുത്തിട്ടുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ദുർമന്ത്രവാദക്കൊല, ഒടുവിൽ ജയിലഴി, പൂർവജന്മം അറിയാൻ തിരക്കേറുന്നു. പാഠസന്ദർഭവും വാർത്തകളും ശ്രദ്ധിച്ചല്ലോ. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വളർച്ച നേടിയ ഇക്കാലത്തും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. സമകാലിക അവസ്ഥകൾ യുക്തിസഹമായി വിശകലനം ചെയ്ത് അന്ധവിശ്വാസവും സമകാലിക സമൂഹവും എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക. മുഖപ്രസംഗം. അന്ധവിശ്വാസവും സമകാലിക സമൂഹവും. പുരോഗതിയുടെ ഇരുണ്ട മുഖം കൊണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രകാശത്തിൽ ലോകം മുന്നോട്ട് കുതിക്കുമ്പോഴും മനുഷ്യന്റെ ചിന്തകളെയും പ്രവൃത്തികളെയും പ്രാകൃതമായ വിശ്വാസങ്ങളും അനാചാരങ്ങളും ഇപ്പോഴും ഗ്രസിക്കുന്നു എന്നത് ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. നരബലി എന്ന കഥയിൽ പരാമർശിക്കുന്ന രാജ്യത്തിന്റെ ദുരിതങ്ങളകറ്റാൻ പണ്ട് രാജാക്കന്മാർ ബലി നൽകിയിരുന്ന ഏർപ്പാടുകൾ ആധുനിക കാലത്തും വ്യത്യസ്ത രൂപങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നു എന്നത് ലജ്ജാകരമാണ്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ദുർമന്ത്രവാദക്കൊല, പൂർവജന്മം അറിയാൻ തിരക്കേറുന്നു തുടങ്ങിയ വാർത്താ ശീർഷകങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈ അപകടകരമായ പ്രവണതയിലേക്കാണ്. വിദ്യാഭ്യാസത്തിലും ശാസ്ത്രബോധത്തിലും നാം ഏറെ മുന്നേറി എന്ന് അവകാശപ്പെടുമ്പോഴും സാമ്പത്തിക നേട്ടങ്ങൾക്കും വ്യക്തിപരമായ പ്രശ്നപരിഹാരങ്ങൾക്കുമായി മനുഷ്യജീവൻ പോലും ബലി കഴിപ്പിക്കാനും അപകടകരമായ കാര്യങ്ങളിൽ അഭയം തേടാനും ഒരു വിഭാഗം ആളുകൾ തയ്യാറാകുന്നു. ഇതിന്റെ പ്രധാന കാരണം ശാസ്ത്രീയമായ അറിവിന്റെ അഭാവവും യുക്തിയുടെ കുറവും ചൂഷണത്തിന് വിധേയമാകുന്ന ഒരു സമൂഹവുമാണ്. കമ്പ്യൂട്ടർ ബലിയർപ്പിക്കപ്പെടുന്ന നരബലി എന്ന കഥയിലെ സന്ദർഭം പോലെ ലക്ഷ്യം നേടാൻ എന്തു മാർഗവും സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഇവിടെയും കാണാം. ഇതൊരു സാമൂഹ്യ വിപത്താണ്. ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് അനിവാര്യമാണ്. ശാസ്ത്രീയമായ വിദ്യാഭ്യാസം താഴെത്തട്ടിൽ നിന്ന് തന്നെ നൽകണം. വിമർശനാത്മകമായ ചിന്തയും യുക്തിബോധം വളർത്തുന്ന പാഠ്യപദ്ധതികളും അനിവാര്യമാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ചൂഷണങ്ങൾക്കെതിരെയും കർശനമായ നിയമ നടപടികൾ ഉണ്ടാകണം. മാധ്യമങ്ങൾ തങ്ങളുടെ സാമൂഹ്യ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് അശാസ്ത്രീയമായ കാര്യങ്ങൾക്ക് പ്രചാരം നൽകാതിരിക്കണം. ഓരോ വ്യക്തിയും സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ സമീപിക്കാനും ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താനും ശ്രമിക്കണം.
അല്ലാത്ത പക്ഷം പുരോഗതിയുടെ പാതയിലാണെന്ന് അവകാശപ്പെടുമ്പോഴും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുണ്ട കാലത്തിലേക്ക് നാം തിരിച്ചു നടക്കുകയായിരിക്കും ഫലം. ഓർക്കുക, യഥാർത്ഥ അഭിവൃദ്ധി അറിവിലും യുക്തിയിലുമാണ്, അല്ലാതെ അന്ധമായ വിശ്വാസങ്ങളിലോ മനുഷ്യരഹിതമായ ആചാരങ്ങളിലോ അല്ല.